ബഹുമാനപ്പെട്ട വകുപ്പ് അധ്യക്ഷ സുമി ടീച്ചർ, ഈ പരിപാടിയുടെ കോർഡിനേറ്ററായിട്ടുള്ള കുമാർ സാർ, പരീഷ് സാർ, അതുപോലെ പ്രിയപ്പെട്ട മഹാരാജാസിലെ രാജകീയ അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നൈതികത വാസ്തവത്തിൽ ജീവിതത്തിൽ പാലിക്കാൻ വലിയ പ്രയാസമുള്ളതും പരീക്ഷ എഴുതാൻ അതിനേക്കാൾ കടുപ്പമുള്ളതുമായിട്ടുള്ളൊരു വിഷയമാണ്. UGC നിർബന്ധപൂർവ്വം ഇന്ത്യയിലെ മുഴുവൻ PhD സ്കോളേഴ്സും 4ാമത്തെ പേപ്പറായിട്ട് പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഈ ഹോളിലിരിക്കുന്നത്. ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഈ മഴയും പിടിച്ച് ഒരു കട്ടൻ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട സമയത്ത് നമ്മൾ ഈ നൈതികതയെക്കുറിച്ച് ആലോചിക്കുകയോ പറയുകയോ ചെയ്യേണ്ട കാര്യം പോലുമില്ല. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഞാൻ താഴോട്ട് വരാം. ഞാനിപ്പോൾ രാവിലെ വന്നപ്പോൾ ട്രെയിനിൽ നിന്നൊരു കുപ്പിവെള്ളം വാങ്ങി. വാസ്തവത്തിൽ ചോദ്യം നിങ്ങളോടാണ് കേട്ടോ, ഉത്തരം വിളിച്ചു പറയാൻ വേണ്ടിയല്ല. ഉത്തരം വിളിച്ചു പറഞ്ഞാലൊക്കെ ഒരുപാട് സമയമെടുക്കും, നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകും. ഈ കുപ്പിവെള്ളം കമ്പനി ഉണ്ടല്ലോ, റെയിൽ നീർ എന്ന് പറയുന്ന കുപ്പിവെള്ള കമ്പനി, വാസ്തവത്തിൽ അവരുടെ പ്രൊഡക്റ്റ് എന്താണെന്നറിയാമോ? അവരെന്താ ഉൽപ്പാദിപ്പിക്കുകയെന്നറിയാമോ? ആ പ്ലാസ്റ്റിക് കുപ്പിയാണ്, വെള്ളമല്ല. നമ്മളെല്ലാം വിചാരിക്കുന്നത് വെള്ളം ഭയങ്കര സംഭവമാണ്, അവർ വെള്ളം ഉൽപ്പാദിപ്പിക്കുകയാണ്. വെള്ളമൊന്നും അല്ല അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അവരുൽപ്പാദിപ്പിക്കുന്ന ആ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അവർ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളോട് പറയുകയാണ്, ഞങ്ങളുടെ കുപ്പിവെള്ളം വേണമെങ്കിൽ 15 രൂപയുള്ളൂ, വേണമെങ്കിൽ മേടിച്ച് കുടിച്ചോ എന്ന് പറയുകയാണ്, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ അക്വാഫൈനയാണ്, ഞാൻ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി പറയുന്നില്ല കേട്ടോ, അക്വാഫൈനയാണെന്നുണ്ടെങ്കിൽ 20 രൂപ മറ്റോ ആണ്. അപ്പോൾ ആ സ്റ്റിക്കർ മാറുന്നു. വെള്ളം ഏറെക്കുറെ ഏറിയോ കുറഞ്ഞോ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് തന്നെ, പക്ഷേ കുപ്പിയുടെ ഷേപ്പൊക്കെ മാറുന്നു. നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങുന്നു, വെള്ളം കുടിക്കുന്നു, കളയുന്നു. നിങ്ങൾ PhD ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി കാണും. കുപ്പി മാത്രമേ മാറുന്നുള്ളൂ. നമ്മുടെയൊക്കെ വിചാരം നമ്മൾ വെള്ളം ഉൽപ്പാദിപ്പിക്കുക എന്നാണ്. PhD എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെത്തിയ വെള്ളമാണ്, എൻ്റെ നീരാണ്, എൻ്റെ ചോരയും നീരും മിക്സ് ചെയ്ത വെള്ളമാണ് ഞാൻ എൻ്റെ PhD തീസിസ് എന്നൊക്കെ പലരും അഭിമാനിക്കുന്നത് കാണാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ശരിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ചിലർ ഭരണിയായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്, ചിലർ സ്റ്റീൽ വാട്ടർ ബോട്ടിലായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന പോലെ നമ്മൾ അഭിനയിക്കുകയും വേണം. പ്രത്യേകിച്ച് ഈ പ്രീ സബ്മിഷൻ വൈവയ്ക്കും ഓപ്പൺ ഡിഫൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച വെള്ളമാണ് എന്ന് ഇങ്ങനെ ഡെസ്കിലടിച്ച് സമ്മതിപ്പിക്കുകയും വേണം. അതാണ് നമ്മുടെ മിടുക്ക്. ഞാൻ ഈ സംസാരം 2 ഭാഗങ്ങളായിട്ട് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ സംസാരം കഴിഞ്ഞാലുടൻ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ RPE എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കുന്ന റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ എത്തിക്സ് എന്ന് പറയുന്ന 4ാമത്തെ പേപ്പർ, ഈ 4ാമത്തെ പേപ്പർ പുറമേ നിന്ന് നോക്കുമ്പോൾ ശുദ്ധനാണെന്ന് തോന്നുമെങ്കിലും ഭയങ്കര അപകടകാരിയാണ്. അതിന് UGC തന്നെ ഒരു സിലബസൊക്കെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ സിലബസ് ഉണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. ആ സിലബസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെല്ലാവരും നൈതികതയുള്ള ഗവേഷകരായി മാറും എന്നാണ് കരുതപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആവണം കേട്ടോ, തമാശക്കല്ല. നിങ്ങളെല്ലാം നൈതികതയുള്ള ഗവേഷകരായി മാറണം. ചുരുങ്ങിയ പക്ഷേ ആ ഗവേഷണ കാലത്തെങ്കിലും നൈതികതയുള്ള ആൾക്കാരായി മാറണം, എത്തിക്സ് ഉള്ള ആൾക്കാരായി മാറണം. എത്തിക്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ ഗവേഷണത്തിലെയും പ്രസിദ്ധീകരണത്തിലേക്ക് നൈതികതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൻ്റെ അനുബന്ധമായിട്ട് 2ാമത്തെ ഭാഗത്തിൽ പ്ലേജറിസത്തെക്കുറിച്ച്, രചനാമോഷണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഈ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാതെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നിരിക്കും. അതൊക്കെയാണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അല്ല, ഞാൻ എൻ്റെ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ അവൈലബിൾ ആണ്. പുസ്തകമൊക്കെ PDF രൂപത്തിലോ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തൊക്കെ ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ എവിടെന്നെങ്കിലും കിട്ടും, പുസ്തകം കിട്ടും, ഈ മെറ്റീരിയലും പരീക്ഷ എഴുതാനുള്ള സാമഗ്രികളൊക്കെ കിട്ടും. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഏറ്റവും നിർണായകമായ നിങ്ങളുടെ അക്കാദമിക് ഗവേഷണ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ വിചാരം. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, സുമി ടീച്ചർ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത്, ഇവിടെ മലയാളം മാത്രമല്ല ഇംഗ്ലീഷ്, മറ്റ് വിഷയങ്ങൾ ഗവേഷണം നടത്തുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ചിലപ്പോൾ അവർക്ക് ഇംഗ്ലീഷിലായിരിക്കും ഈ പേപ്പർ എഴുതേണ്ടി വരിക. അപ്പോൾ സ്വാഭാവികമായതുകൊണ്ട് ഇതിൻ്റെ കീവേഡ്സ് എങ്കിലും ഞാൻ ഇംഗ്ലീഷിൽ കൂടെ പറയുന്നതായിരിക്കും. അത് നിങ്ങൾക്കൊരു അതിൻ്റെ നന്മ നിങ്ങൾക്കുണ്ടാവും.
അത്രയും നന്മ ഉണ്ടാവട്ടെ. അല്ലെങ്കിലും നന്മയുടെ ഒരു പൂക്കാലമാണ് ഈ ഗവേഷണം എന്ന് പറയുന്നത്. ഗവേഷണം ഭയങ്കര രസമാണ്. ഈ സാധാരണഗതിയിൽ ഒരു ഗവേഷണം കൊണ്ട് ഈ ആൾക്കാരൊക്കെ ഒരു പാഠം പഠിക്കുന്നതാണ്. ഞാൻ മാത്രം എനിക്കങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് 2 ഗവേഷണം ചെയ്തത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ആദ്യത്തെ PhD എഡ്യൂക്കേഷനിലായിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതുകൊണ്ട് പഠിച്ചു തീരാതെയാണ് രണ്ടാമത്തെ PhD മലയാളത്തിൽ ചെയ്യുന്നത്, മലയാള സർവകലാശാലയിൽ നിന്ന്. അപ്പം ഒരു PhD കൊണ്ട് തന്നെ സാധാരണ ഒരു മനുഷ്യൻ, ശരാശരി ഒരു മനുഷ്യൻ എന്തെങ്കിലും കുറേ പാഠങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. പിന്നെ ഇത് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഈ രണ്ടാമത്തെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പ്രത്യേകിച്ച് ഭാഷാ സാഹിത്യ ഗവേഷണ രംഗത്തൊക്കെ ഭയങ്കര ദുർബലമായ പല ഇടങ്ങളും ഉണ്ട് എന്ന് മനസ്സിലായി. നമ്മുടെ ഈ ഹൈവേ ഒക്കെ പൊളിഞ്ഞു വീഴുന്ന പോലെ എപ്പോഴാണെങ്കിലും പൊളിഞ്ഞു വീഴാവുന്ന ചില ഏരിയകളൊക്കെ ഉണ്ട്, ചില ഇടങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകമൊക്കെ എഴുതാൻ വിചാരിച്ചത്. ഗവേഷകർക്കിടയിൽ പണ്ട് മുതലേ പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. ശ്രീനഗറിലെ ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. ഞാൻ മുമ്പ് ഇത് പറഞ്ഞ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക്, ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചെവി അടച്ചിരുന്നാൽ മതി. അതായത് ആ കഥ ഇതാണ്. ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷനിൽ, അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായി ഗവേഷകനായി കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ആദ്യം കേട്ട കഥ ഇതാണ്. ഈ ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു സിമൻറ്റ് ബെഞ്ചല്ല, ഒരു ഇരുമ്പ് ബെഞ്ചിൽ, വെയിറ്റിംഗ് ബെഞ്ചുണ്ടല്ലോ, ആ ബെഞ്ചിൽ 2 ഗാർഡുകൾ, 2 പട്ടാളക്കാർ എപ്പോഴും തോക്കൊക്കെ പിടിച്ചിങ്ങനെ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഈ കാവൽ നിൽക്കുന്നതെന്ന് ഈ കാവൽ നിൽക്കുന്നവർക്കോ ഇത് ഏൽപ്പിച്ച സ്റ്റേഷൻ മാസ്റ്റർക്കോ അറിയാത്ത ഒരു കാലത്ത് ആ കാവൽ നിൽക്കുന്ന ഒരാൾ വന്നുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു, അല്ല എന്തിനാണ് ഞാനവിടെ കാവൽ നിൽക്കുന്നത്, ഈ ബെഞ്ചിന് കാവൽ നിൽക്കുന്നത്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇനി ഗാന്ധിജിയോ നെഹ്റുവോ സുഭാഷ് ചന്ദ്രബോസോ വല്ലോ ഇരുന്നതാണോ, ആരും നശിപ്പിച്ചു കളയാതിരിക്കാൻ വേണ്ടിയാണോ അത് കാവൽ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. എനിക്കറിയില്ല, ഇതിങ്ങനെ തുടരുന്ന ഒരു കീഴ്വഴക്കമാണ്. അത് ഞാൻ ആ ഓർഡർ ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഡ്യൂട്ടി ഇഷ്യൂ ചെയ്യുന്നതേ ഉള്ളൂ, അല്ല അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പഴയ രേഖകളെല്ലാം മറിച്ച് നോക്കിയിട്ട് അയാൾ കണ്ടുപിടിച്ചു ആദ്യമായിട്ട് ആരാണ് കാവൽ നിർത്തിയെന്ന്. അപ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്റർ, അദ്ദേഹം ഓൾറെഡി റിട്ടയർ ആയിപ്പോയ മനുഷ്യനാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഈ അന്ന് നമ്മുടെ സ്റ്റേഷനിലെ ഒരു ബെഞ്ച്, ഒരു ഇരുമ്പ് ബെഞ്ച്, അവിടെ 2 പേര് കാവൽ നിൽക്കണമെന്നും പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇറക്കിയായിരുന്നല്ലോ, അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്നൊരു നിമിഷം ഫോണിൻ്റെ മറുതലക്കിൽ നിന്ന് ഇങ്ങോട്ടൊരു ചോദ്യമായിരുന്നു, എൻ്റെ ദൈവമേ ആ പെയിൻറ്റ് ഇതുവരെ ഉണങ്ങിയില്ലേ എന്ന്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചോദ്യം, ആ പെയിൻറ്റ് ഇതുവരെ ഉണങ്ങിയില്ലേ എന്ന്. ചില PhD ഒക്കെ ഇതുപോലെ രസമാണ്. ആ പെയിൻറ്റ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് നമ്മളത് അങ്ങനെ പിന്തുടർന്നങ്ങ് പോവുക. നമ്മൾ ആരും തിരിച്ചു ചോദിക്കത്തില്ല ഇതെന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. ഞാൻ നേരത്തെ കുപ്പിവെള്ളത്തിൻ്റെ കഥ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കുപ്പിവെള്ളം പ്രൊഡ്യൂസർമാരാണ്. കുപ്പിയിലെ വെള്ളം നിർമ്മിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. പക്ഷേ ആ വെള്ളം ഒട്ട് നിർമ്മിക്കാനും പറ്റത്തില്ല. കുപ്പിയുടെ ഷേപ്പൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു പുസ്തകത്തിൽ ബൈൻഡിട്ടൊക്കെ കൊടുക്കും. എന്നിട്ട് പരമാവധി ആ പുസ്തകം ലൈബ്രറിയുടെ ഏറ്റവും അധോഭാഗത്ത് കൊണ്ട് സ്ഥാപിക്കാൻ ലൈബ്രറിയറിന് ചെറിയ കൈമടക്കം കൊടുക്കും. കാരണം ഇനി ലോകത്ത് ഇതാരും കാണരുത്, കഴിഞ്ഞു, നീ തീർന്നു എന്ന് ആ തീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് തീസിനെ പെട്ടിയിലടച്ച് വിടുന്നത്. പക്ഷേ ഇപ്പം ശോധഗംഗയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ ഗംഗയിൽ മറ്റേ ഈ എന്താണ് മറ്റേ ഇതൊക്കെ ചെയ്ത് വിടത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഒഴുകി നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, ഈ ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് സംസാരിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഹൗ ടു സബ്മിറ്റ് എ PhD തീസിസ് ഇൻ 48 hours എന്നതായിരുന്നു ഞാൻ കൊടുത്ത വിഷയം. ഹൗ ടു സബ്മിറ്റ് എ PhD തീസിസ് ഇൻ 48 hours, 48 മണിക്കൂറിനുള്ളിൽ എങ്ങനെ PhD തീസിസ് സബ്മിറ്റ് ചെയ്യാം. ഭയങ്കര കരഘോഷമായിരുന്നു എന്നെ കണ്ടപ്പോൾ തന്നെ. ഇരുന്ന റിസർച്ച് സ്കോളേഴ്സ്, ഇതിനേക്കാളും ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എല്ലാവരും 48 മണിക്കൂറിൻ്റെ നമ്മുടെ ആൾക്കാരാണ്, 48 മണിക്കൂറിൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലായി. ഞാൻ ആദ്യമേ തന്നെ അവരോട് പറഞ്ഞു, ഈ സത്യം പറഞ്ഞാൽ 48 മണിക്കൂറൊന്നും വേണ്ട കേട്ടോ, അതിനകത്ത് ഒരു ദിവസം ഈ ബൈൻഡ് ചെയ്ത ബുക്ക് ഉണങ്ങാൻ വേണ്ടിയാണ്, അല്ല നമ്മൾ ചെയ്ത എന്തെങ്കിലും വർക്ക് കൊണ്ടൊന്നുമല്ല, അത് ഉണങ്ങണമല്ലോ, അത് ഉണങ്ങിയിട്ടല്ലേ കൊടുക്കാൻ പറ്റൂ, അതിനു വേണ്ടിയാണ് ഈ ഒരു ദിവസം. ഇല്ലെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് ഈ PhD തീസിസൊക്കെ സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഈ
ഇപ്പം ടീച്ചറൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറയുമായിരിക്കും PhD എന്ന് പറയുന്ന ഒരു തപസ്യയാണ്. ഈ അടുത്തിടയ്ക്ക് മറ്റേ സുകുമാരിയുടെയൊക്കെ ഒരു മീമൊക്കെ ഓടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗവേഷണം ഒരു തപസ്യയാണ്, ഗവേഷണത്തിൽ നിന്ന് ഇങ്ങനെ കണ്ണ് കെട്ടിയ കുതിരയെ പോലെ ഇങ്ങനെ ഓടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലേ? അയ്യോ, അതൊക്കെ കാണണം കേട്ടോ. ഗവേഷകർക്ക് കാണാൻ പറ്റിയ കുറച്ച് സിനിമകളുണ്ട്. അവസാന സമയം ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഗവേഷകർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട കുറച്ച് സിനിമകൾ. എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കേട്ടിട്ടെങ്കിലും ഉണ്ടാകും. ആ സിനിമ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ, നിങ്ങൾക്ക് സമയം കിട്ടാൻ സാധ്യതയില്ല, കാരണം ഗവേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് തിരക്കാണ്, സമയം കിട്ടാൻ സാധ്യതയില്ല. എന്നാലും എ ബ്യൂട്ടിഫുൾ മൈൻഡ് നിങ്ങൾ കാണുന്നത് നല്ലതാണ്. ഒരു ഗവേഷകൻ്റെ നേർക്കാഴ്ചയാണ് ആ സിനിമ. അതുപോലെ കുറച്ച് സിനിമകളുണ്ട്, അത് ഞാൻ അവസാനം പറയാം, ഇപ്പം പറയേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ ശ്രദ്ധ മൊത്തം സിനിമയിലേക്ക് പോകും, അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ 48 മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് PhD തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും അവിടെ നിൽക്കട്ടെ, കാരണം നിങ്ങൾ അതെങ്കിലും പ്രതീക്ഷിക്കില്ല. ഇത് ഞാൻ അവസാനം പറയാം. ഇയാൾ ഇത് പറയും അതെങ്കിലും കിട്ടുമല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ച് അങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കാൻ വേണ്ടിയുള്ളൊരു സൂത്രപ്പണിയാണ്. അതങ്ങനെ നിൽക്കട്ടെ, അവസാന സമയം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. എങ്ങനെയാണ് 48 മണിക്കൂറിനുള്ളിൽ ഇത് ഇൻറ്റൻസീവ് കോച്ചിങ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ഈ എൻട്രൻസിനൊക്കെ പോകുമ്പോഴത്തേക്ക് തീവ്ര പരിശീലനം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന എത്തിക്സിനെ കുറിച്ചാണെന്നും. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം പറയാത്തത്. ഈ എത്തിക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് ഒരു മാഷ് പറയുകയാണ്. വീട്ടിൽ ചെന്നിട്ട് അമ്മയടുത്ത് പറയും, അമ്മ എത്തിക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാമെന്നൊരു മാഷ് ആമുഖമായിട്ട് പറയുകയാണ്, ഹൗ ടു സബ്മിറ്റ് എ PhD തീസിസ് ഇൻ 48 hours. പിന്നെ ഞങ്ങൾ എന്തിനാ 4 years 5 years അവിടെ സ്പെൻഡ് ചെയ്യുന്നത്? ഇതായിരിക്കും സ്വാഭാവികമായ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് എത്തിക്സ് എന്താണെന്നാണ്. എന്താണ് എത്തിക്സ്? എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ എത്തിക്സിലേക്ക് പോവുകയാണ്. നമ്മളിനി കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ഈ വിഷയത്തിലേക്ക്, ഇത് എന്നെ ഒന്ന് ഓർപ്പിക്കണേ, സിനിമയുടെ കാര്യവും 48 മണിക്കൂറിനുള്ളിൽ തീസിസ് വെക്കുന്നത്, ഇല്ലെങ്കിൽ ഞാനങ്ങ് പോവും. അപ്പം കുഴപ്പമില്ല, ലാൽസൻ്റെ അടുത്ത് പറഞ്ഞാലും മതി, എന്നെ വിളിക്കാം. അപ്പം എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും 1-2 പേർക്ക് പ്രതികരിക്കാമോ? എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? നൈതികത എന്ന് മലയാളത്തിൽ പറയാറുണ്ട് അതിന്. നൈതികത അല്ലെങ്കിൽ എത്തിക്സ് എന്താണ്? ഞാൻ ഈ ചോദിക്കുന്നതേ, ഈ മറ്റേ ഇത് സുരേഷ് ഗോപിയുടെ സിനിമയൊന്നും അല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് വെടിവെക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ 1-2 ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുന്നതേ ഉള്ളൂ, ഉറങ്ങാതിരിക്കാൻ വേണ്ടി കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ട്. എന്താന്ന് പറയുമോ 1-2 പേര്? എത്തിക്സ് എന്താന്ന്? അതോ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ജീവിതത്തിലൊക്കെ ഒരു എത്തിക്സ് വേണ്ടേടാ, ജീവിതത്തിലൊക്കെ ഒരു എത്തിക്സ് വേണ്ടേടി എന്നൊക്കെ നിങ്ങൾ എത്രയോ കാലം കേട്ടിട്ടുള്ളതാ. അത് പരീക്ഷയായിട്ട് പരീക്ഷണമായിട്ട് മുന്നിൽ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ? അതാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൊറാലിറ്റി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. റിസർച്ചുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചുരുക്കണ്ട. എത്തിക്സ് എന്താന്ന് ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു കമൻറ്റ് മതി. ആ പറഞ്ഞ അതിൻ്റെ ഒരു പോർഷൻ മാത്രമായിട്ടുള്ള ഒരു ചെറിയ പാർട്ട് മാത്രമാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. ഈ അയാൾ പിന്നെ മൊറാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്, വാസ്തവത്തിൽ സദാചാരവും നൈതികതയും രണ്ടും രണ്ടാണ്. സദാചാരം എന്ന് പറയുന്നതല്ല നൈതികത. സദാചാരം എന്ന് പറയുന്നത് നൈതികതയുടെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് സമർത്ഥിക്കാവുന്നേ ഉള്ളൂ. മൊറാലിറ്റി, സദാചാരം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ, ഒരു പ്രത്യേക വിഭാഗത്തിൽ, ഒരു പ്രത്യേക വർഗത്തിൽ അവർ പിന്തുടരുന്ന ചില കീഴ്വഴക്കങ്ങൾ, ചില ആചാരങ്ങൾ, ചട്ടങ്ങൾ, നിയമങ്ങൾ, ഇതിനെയൊക്കെയാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായിരിക്കും, അത് പ്രത്യേക സമുദായത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ സദാചാര പോലീസ് എന്നൊക്കെ ഒരു പ്രത്യേക പ്രയോഗം പ്രയോഗിക്കുന്നത്. ഒരു പ്രത്യേക പ്രദേശത്തുള്ള പ്രയോഗമാണത്. ഒരു ഉദാഹരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, മധു കൊല്ലപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. മധു കൊല്ലപ്പെട്ട എന്തുകൊണ്ടാണ്? ആഹാര സാധനം എടുത്തത് കൊണ്ടാണ്. മോഷ്ടിച്ചത് കൊണ്ടാണോ? അല്ല, അത് തിരുത്തണം. നിങ്ങളുടെ
വൊക്കാബുലറി, പ്രത്യേകിച്ച് ഗവേഷകരുടെ വൊക്കാബുലറി തിരുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ് പറഞ്ഞത്. മധു ആഹാര സാധനം എടുത്തത് കൊണ്ടാണ് കൊല്ലപ്പെട്ടത്, മോഷ്ടിച്ചത് കൊണ്ടല്ല. ഇത് മധു എടുത്തതാണ്, മോഷ്ടിച്ചതല്ല എന്ന് ആൾക്കൂട്ടത്തിലെ ഒരാൾക്കെങ്കിലും അറിയാമായിരുന്നെങ്കിൽ, ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു, അല്ലേ? അത് അവരുടെ ഇടയിലുള്ള സദാചാരമാണ്, അവരുടെ ആ ആൾക്കൂട്ടത്തിൻ്റെ സദാചാരമാണ്. അവരുടെ നിയമം അവിടെ നടപ്പിലാക്കുകയാണ്. അവർക്കത് മോഷണമായിട്ടാണ് തോന്നിയത്. വാസ്തവത്തിൽ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് വിശന്നിട്ടാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പ്രതിഫലമില്ലെങ്കിൽ അതൊരിക്കലും മോഷണമല്ല. മനസ്സിലായല്ലോ? അത് മോഷണമല്ല. ഇത് മോഷണമല്ലാതാകുന്നതിന് പറയുന്ന പേരാണ് നൈതികത. ചുരുക്കി പറഞ്ഞാൽ മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം നിൽക്കുന്ന ഒരു ചട്ടവും കീഴ്വഴക്കവും ഒക്കെയാണ്. പക്ഷേ എത്തിക്സ് എന്ന് പറയുന്നത് സാർവലൗകികമാണ്, യൂണിവേഴ്സലാണ്. ലോകം മൊത്തം അതിനൊറ്റ നിറമേ ഉള്ളൂ, ഒറ്റ നിയമമേ ഉള്ളൂ, അതൊന്നു തന്നെയാണ്. ലോകത്തെവിടെയും വിശന്നിട്ട് ആഹാരം എടുത്താൽ അത് മോഷണമല്ല, ലോകത്തെവിടെയും. അതിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പം എന്നെ ഈ അടുത്ത കാലത്ത് വേദനിപ്പിച്ച ഒരു സംഭവം പറയാം. ഈ നമ്മുടെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി IT പരീക്ഷയ്ക്ക് ശേഷം സുഹൃത്തുക്കളുടെ മർദ്ദനത്തിനിരയായി മരണപ്പെട്ടുവല്ലോ. കൊല്ലപ്പെട്ടു. മരണപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല, കൊല്ലപ്പെട്ടു. അതിന് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു പ്രയോഗം ഞാൻ പറയാം. ഇപ്പം തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചരമരംഗം എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അധികം ആരും വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ചരമരംഗത്തിലാണ് ഈ കൊല്ലപ്പെട്ടു എന്ന പ്രയോഗത്തെ ഏറ്റവും സൂക്ഷ്മമായും ഏറ്റവും വ്യക്തമായും അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഒരു ക്ഷുരകൻ ഒരു ബാർബർ ഷോപ്പിൽ ഇരുന്നുകൊണ്ട് മറ്റൊരാൾ സംസാരിക്കുകയാണ്. ഒരാൾ വന്നുകൊണ്ട് ഈ ബാർബറോട് സംസാരിക്കുകയാണ്. അറിഞ്ഞാ ഗാന്ധി മരിച്ച് എന്ന് ഈ ബാർബറോട് പറയുകയാണ്. അപ്പോൾ ബാർബർ പറഞ്ഞു, അത് തെറ്റാണ്, ഗാന്ധിജിയെ കൊന്നതാണ് എന്ന് പറയണം എന്നാണ് ആ ബാർബർ തിരുത്തി കൊടുക്കുന്ന മറുപടി. നിങ്ങളത് എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ തകഴിയെ നമ്മൾ ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയം പറയുന്ന, രാഷ്ട്രീയം പ്രഖ്യാപിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ട് ഇതേവരെ അംഗീകരിച്ചിട്ടില്ല. ചരമരംഗം എന്നാണ് കഥയുടെ പേര്, കേട്ടോ, ഒന്ന് എഴുതി വെച്ചോ. ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് വായിക്കേണ്ട ഒരു കഥയാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട്, ഗാന്ധിജിയെ കൊന്നതാണ് എന്ന പ്രയോഗമുള്ളതുകൊണ്ട്. മധുവിനെയും കൊന്നതാണ്. അതുപോലെ ഈ കുട്ടിയുടെ കാര്യം ഞാൻ അത് പറഞ്ഞു വന്നതാണ്. ഈ കൊല്ലപ്പെട്ട കുട്ടിയുണ്ടല്ലോ, ഈ 10ാം ക്ലാസ്സിലെ കുട്ടി, ആ കുട്ടിയുടെ 6 സുഹൃത്തുക്കളാണ്, അല്ലെ പരിചയക്കാരാണ് അതിലെ പ്രതികളായി കരുതപ്പെടുന്നത്. അവരുടെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. അതിൽ 2 കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ട്. 2 പേർക്ക് 8 വിഷയത്തിന് A+ ഉണ്ട്. മറ്റേ 2 പേർക്ക് 4 5 A+. എന്നെ ഇത് വല്ലാതെ അത്ഭുതപ്പെടുത്തി, കേട്ടോ. അതേസമയം തന്നെ നിരാശനാക്കുകയും ചെയ്തു. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രത്യേക ഇടത്തിൽ, സംരക്ഷിത ഇടത്തിൽ, ചുറ്റും പോലീസുകാരുടെ വലയത്തിൽ ഇരുന്നാണ് ഈ 6 കുട്ടികൾ അജ്ഞാത കേന്ദ്രത്തിലിരുന്ന് പരീക്ഷ എഴുതുന്നത്. അങ്ങനെ പരീക്ഷ എഴുതിയിട്ടും ബാക്കി 9 വിഷയങ്ങൾക്കും, അത് എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സ് ഒക്കെ 2.5 മണിക്കൂർ പരീക്ഷയാണ്, സോഷ്യൽ സയൻസ് ഒക്കെ 2.5 മണിക്കൂർ പരീക്ഷയാണ്. ഇത്രയും സമയം മാനസിക നില തെറ്റാതെ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ഈ ചെറുപ്പക്കാർ മറ്റെല്ലാ എൻഗേജ്മെൻറ്റുകളും മാറ്റിവെച്ചിട്ട് പരീക്ഷ എഴുതി മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടുക എന്ന് പറയുന്ന മാരകമായ പ്രയത്നമുണ്ടല്ലോ, അതെന്നെ വല്ലാതെ നീറ്റിക്കളഞ്ഞു, വിഷമിപ്പിച്ച് കളഞ്ഞു. വാസ്തവത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നൈതികതയെക്കുറിച്ച്, എത്തിക്സിനെക്കുറിച്ച് ഒക്കെ ആലോചിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് ഈ അനുഭവം. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ വിഷമം തോന്നിയോ, അങ്ങനെ വേദന തോന്നിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ നമ്മുടെ നൈതികതയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് വളരെ സൂക്ഷ്മമായി ആലോചിക്കണം. ഒരു പക്ഷേ ഗവേഷണ രംഗത്ത് ഇത്തരത്തിലൊരു നൈതികതയുടെ അലംഭാവം കാണിക്കുന്നത് കൊണ്ടായിരിക്കാം UGC ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്.
UGC ഒരു തീരുമാനമെടുക്കുന്നു. 4ാമത്തെ പേപ്പറായിട്ട് റിസർച്ച് എത്തിക്സ് ആൻഡ് പബ്ലിക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ പരീക്ഷ എഴുതിയേ പറ്റൂ. ആ പരീക്ഷയും കൂടെ ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് വർക്ക് പൂർത്തിയാക്കാൻ പറ്റൂ എന്ന് UGC ഒരു സ്റ്റാൻഡിലേക്ക്, ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ പലതരം വിഷയങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, 1ാമത്തെ പേപ്പർ റിസർച്ച് മെത്തഡോളജി, 2ാമത്തെ പേപ്പർ നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ വലിയ അംബ്രല്ല ടൈമിന് കീഴിലുള്ള ഒരു പേപ്പർ, 3ാമത്തെ പേപ്പർ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ, അതിൻ്റെ ശേഷം വരുന്ന 4ാമത്തെ പേപ്പറാണ് നൈതികത. അപ്പം ഞാൻ ഈ നൈതികതയെക്കുറിച്ച് പറഞ്ഞ വിശദീകരണങ്ങളും ഉദാഹരണങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാൻ ആവർത്തിക്കാം. സാധാരണഗതിയിൽ നൈതികത എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്കോളർ പറഞ്ഞതുപോലെ അതിനെ മൊറാലിറ്റിയുമായി, സദാചാരവുമായി ചേർത്ത് നിർത്താനാണ് പലപ്പോഴും നമ്മൾ താല്പര്യപ്പെടുന്നത്. അതിൽ തെറ്റില്ല. ഭാഗികമായി ശരിയുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പൂർണ്ണ ശരിയല്ല, ഭാഗികമായി അത് ശരിയാണ്. എന്തുകൊണ്ട്? സദാചാരം എന്ന് പറയുന്നത് നൈതികതയുടെ ഒരു ഭാഗം മാത്രമാണ്. സദാചാരം മാത്രമുള്ള ഒരു പ്രദേശത്ത് ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ നൈതികത ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അതേസമയം നൈതികത ഉള്ള ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത്, ഒരു അക്കാദമിക് അന്തരീക്ഷത്തിൽ മൊറാലിറ്റി, സദാചാരം നിർബന്ധമായും ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. സദാചാരം മാത്രമുള്ളിടത്ത് നൈതികത ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അതേസമയം നൈതികത ഉള്ളയിടത്ത് സദാചാരം നിർബന്ധമായും ഉണ്ടായിരിക്കും. പക്ഷെ അതിന് വ്യത്യാസം കാണും. അതാണ് പറഞ്ഞു വരുന്നത്. സദാചാരത്തെ നിയന്ത്രിക്കുന്നത് നൈതികമായിട്ടുള്ള കീഴ്വഴക്കങ്ങളായിരിക്കും. സദാചാരത്തിന്, മൊറാലിറ്റിക്ക് ഒരിക്കലും നൈതികതയെ നയിക്കാൻ കഴിയില്ല, പിന്തുടരാനേ കഴിയൂ. ഇതാണ് വ്യത്യാസം. മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ ചോദിക്കും. കാരണം ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇനി പറയുന്നതെല്ലാം. ഞാൻ സംസാരിക്കുന്ന ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സദാചാരം നമുക്ക് എളുപ്പം പിടികിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഹുക്ക് പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ ഈ നൈതികതയിലേക്ക് പോയത്. സാധാരണഗതിയിൽ ഇതിനെ എത്തിക്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ എത്തിക്സ് എന്ന് പറയുന്ന വാക്ക് വാസ്തവത്തിൽ ഗ്രീക്ക് പദമായിട്ടുള്ള എത്തോസ് എന്ന് പറയുന്ന ETHOS, എത്തോസ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നും പുറപ്പെട്ടു വന്നതാണ്. എറ്റിമോളജിക്കലി എത്തോസ് എന്ന് പറയും. ഇത് ഗ്രീക്കാണ്. അതിൽ നിന്ന് എത്തിക്ക, ETHICA, എത്തിക്ക എന്ന് പറയുന്ന ലാറ്റിൻ പദമായി മാറി. ആ എത്തിക്ക എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് പിന്നെ എത്തിക്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിലേക്ക് മാറി. ഇതാണ് ഇതിൻ്റെ ഒരു യാത്ര, സഞ്ചാരപഥം. ഇതിൻ്റെ ഒരു എറ്റിമോളജിക്കൽ യാത്ര ഇതാണ്. മനസ്സിലായല്ലോ. എത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം, അതിൽ നിന്ന് ലാറ്റിനിലേക്ക് വരുന്നു. എത്തിക്ക എന്ന് പറയുന്ന ലാറ്റിൻ പദം, അവിടെ നിന്ന് എത്തിക്സ് എന്ന് പറയുന്ന പദത്തിലേക്ക് വരുന്നു. മിക്കവാറും ഈ ലാറ്റിൻ പദങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ഇംഗ്ലീഷൊക്കെ രൂപപ്പെട്ട് വന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ സംസ്കൃതത്തിൽ നിന്ന് പല പദങ്ങളും നമ്മളെടുത്ത് മലയാളം ആക്കിയതുപോലെ, അല്ലെങ്കിൽ സംസ്കൃത പദങ്ങളെ മലയാളമാണ് എന്ന് ധരിച്ച് നമ്മൾ സംസാരിക്കുന്നത് പോലെ ചില പദങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ചില പദങ്ങൾ നമ്മൾ അതിൻ്റെ ധാതുവിനെ മാത്രം എടുത്തിട്ട് ബാക്കി നമ്മൾ പൂരിപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അർത്ഥത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, വെറുതെ ഒരു തമാശയ്ക്ക്, ഒരു കൗതുകത്തിന് വേണ്ടി പറയുന്ന ഒരു ഉദാഹരണമാണ്. വിര് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് വിരൽ എന്ന് പറയുന്ന, ഫിംഗേഴ്സ് എന്ന അർത്ഥത്തിൽ വിരൽ എന്ന് പറയുന്ന വാക്കുണ്ടായത്. സത്യത്തിൽ ഈ വിരലിന് വിരിയുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. വിരൽ ഇങ്ങനെ വിരിയുന്നതുകൊണ്ടായിരിക്കാം. ഇതിനേക്കാളും എളുപ്പമെന്ന് പറഞ്ഞാൽ ഈ പക്ഷമുള്ളതെല്ലാം, പക്ഷമുണ്ടെങ്കിൽ അത് പക്ഷിയാകുമല്ലോ. പക്ഷം എന്ന് പറഞ്ഞാൽ ചിറക്. അതുകൊണ്ടാണ് നമ്മൾ വിമാനത്തെ എന്ത് വിളിക്കുന്നത്? യന്ത്രപക്ഷി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എണ്ണ, എള്ളിൽ നിന്നുണ്ടാകുന്ന ആ ഓയിലുണ്ടല്ലോ, അതിനാണ് വാസ്തവത്തിൽ എണ്ണ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോഴും പറയുന്നത് എണ്ണ അടിക്കാൻ പോകുന്ന. എല്ലാത്തരം എണ്ണകളും നമുക്ക് എണ്ണയാണ്. പക്ഷേ അതിൻ്റെ എറ്റിമോളജിക്കലി എള്ളിൽ നിന്നുണ്ടാകുന്ന ആ ഓയിലാണ് എണ്ണ. ഞാനത് ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ.
ശരി, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ എത്തിക്സ്, നൈതികതയുടെ ഒരു എറ്റിമോളജിക്കൽ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പോകുന്നത് നൈതികതയുടെ ഘടകങ്ങളാണ്. ഇത് പരീക്ഷയ്ക്ക് ഒക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ശീർഷകങ്ങളെങ്കിലും ഒന്ന് എഴുതി പോകുന്നത് നല്ലതാണ്. നൈതികതയുടെ ഘടകങ്ങൾ, നൈതികതയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ സന്മാർഗം, സദാചാരം, ഇത് മാത്രമാണോ നൈതികത എന്ന് ചോദിച്ചാൽ ഇത് മാത്രമല്ല. നൈതികതയിൽ എന്തൊക്കെയുണ്ട് എന്നാണ് ഇനി പറയുന്നത്. ഒന്നാമത് പറയുന്നത് സത്യസന്ധത, ഓണസ്റ്റി. ഈ ഗവേഷണത്തെ മുൻനിർത്തിയാണ് ഇനി ഞാൻ പറയുന്ന നൈതികതയുടെ ഘടകങ്ങളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്. ജീവിതവുമായി ബന്ധപ്പെടുത്തിയല്ല. ജീവിതവുമായി ബന്ധപ്പെടുത്തി ഉള്ള ആ ഒരു ഘട്ടം ഞാൻ തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്നത് നൈതികതയുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിയുള്ള ഘട്ടങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് സത്യസന്ധത, ഓണസ്റ്റി. സത്യസന്ധത എന്ന് പറയുന്നത് ഗവേഷണത്തിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം പാലിക്കേണ്ട നൈതികമായ ഒരു മൂല്യമാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്നല്ല, നമ്മളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിലൊന്നാണ് സത്യസന്ധത അഥവാ ഓണസ്റ്റി എന്ന് പറയുന്നത്. ഈ ഗവേഷണത്തിൻ്റെ കാര്യത്തിൽ സത്യസന്ധതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. സത്യസന്ധതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടിയും വരും. എങ്ങനെയാണത്? ഞാനൊരു ഉദാഹരണം പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഗവേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ചാപ്റ്ററെല്ലാം എഴുതി അവസാനം വരുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് ഗ്രന്ഥസൂചിക്ക് എൻ്റെ കീശയിൽ ഒന്നുമില്ല. എന്ത് ചെയ്യും? ഗ്രന്ഥസൂചി ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അതേപടി ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഗ്രന്ഥസൂചിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കും, നോവലിനെ കുറിച്ചാണ് ഞാൻ പഠനം നടത്തിയത്. അപ്പോൾ ഞാൻ ശോധഗംഗയിലൊന്ന് കയറും. ശോധഗംഗയിൽ കയറി ഒന്ന് നീന്തി നോക്കുമ്പോൾ നോവൽ സ്റ്റഡീസ് കുറച്ച് കിടക്കുന്നു. അതാ കിടക്കുന്നു ഗ്രന്ഥസൂചി. അത് അപ്പാടെ വിഴുങ്ങിയെടുത്ത് കോപ്പി ചെയ്ത് എൻ്റെ തീസിനകത്ത് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്യും. 30 പേജ് മതി, കഴിച്ചിലായി. ഇതൊരു സൂത്രപ്പണിയാണ്, എളുപ്പവഴിയാണ്. ഇങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ഇത് മാത്രമേ ഓർത്തിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഗ്രന്ഥസൂചിയുടെ കാര്യം കഴിച്ചിലായി. ഇനി ബാക്കിയുള്ള 5 ചാപ്റ്ററും ആമുഖവും ഉപസംഹാരവും കൂടി ഇതുപോലെ കിട്ടിയാൽ ഈ 3 ദിവസത്തെ അധ്വാനം വെറുതെ ആയില്ല. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നമ്മുടെ ക്ലാസ് എത്തിക്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു സാധനത്തിനെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. സത്യസന്ധമായ ഒരു ഗവേഷണത്തിൽ അത് ശരിയല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ നിർബന്ധമായും നിങ്ങളെല്ലാം MLA സ്റ്റൈലായിരിക്കും പിന്തുടരുന്നത്. MLA സ്റ്റൈലിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ, ഓൺലൈനിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. സെറ്റേറോ എന്നും പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? നല്ലത്. സെറ്റേറോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ ലാപ്ടോപ്പ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ ആ ടൂൾ ബാറിൻ്റെ താഴെയായിട്ട് സെറ്റേറോ സെഡ് എന്നും പറഞ്ഞൊരു സാധനം കാണിക്കും. അപ്പം നമ്മൾ ഏതൊക്കെ ലേഖനങ്ങളാണോ ഗവേഷണത്തിന് വേണ്ടി നമ്മുടെ ഫോൾഡറുകളിലേക്ക് എടുത്തിടുന്നത്, വായിക്കുന്നത്, ഇതെല്ലാം സെറ്റേറോയും കൂടെ നോട്ട് ചെയ്യുന്നുണ്ടാവും. അവസാനം നമ്മളൊരു ബിബ്ലിയോഗ്രാഫി അതിനോട് ആവശ്യപ്പെട്ടാൽ അത് കൃത്യമായിട്ട് ആ ബിബ്ലിയോഗ്രാഫി ഏത് സ്റ്റൈലിൽ വേണം, MLA വേണോ APA വേണോ എന്ന് ചോദിക്കും. MLA വേണമെന്നുണ്ടെങ്കിൽ MLA, APA വേണമെങ്കിൽ APA. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ റിസർച്ച് സെൻറ്റർ പറയുന്നത് അതനുസരിച്ച് അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചെയ്തു തരും. അതാണ് സെറ്റേറോ ഉപയോഗിക്കുന്നുണ്ടുള്ളൊരു മെച്ചം. MLA എന്ന് പറഞ്ഞ സ്റ്റൈലിനെ മുഴുവൻ പേര് അറിയാമല്ലോ. മറന്നുപോയവർക്ക് വേണ്ടി ഞാൻ ഓർപ്പിക്കാം. മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ, അമേരിക്കൻ സംവിധാനമാണ്. APA എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ, അമേരിക്കയിലെ സൈക്കോളജിസ്റ്റുകളുടെ അസോസിയേഷൻ. അതാണ് APA. ഇതാണ് പ്രബലമായ 2 സൈറ്റേഷൻ മാതൃകകൾ. വേറെയുമുണ്ട്, ചിക്കാഗോ സ്റ്റൈലുണ്ട്, അതുപോലെ പിന്നെ വേറെയുണ്ട്. ഏതാണ്ട് ഒരു 10-32 സൈറ്റേഷൻ രീതികളുണ്ട്. സാധാരണ ഹ്യൂമാനിറ്റീസുകാരും ലാംഗ്വേജുകാരും ഉപയോഗിക്കുന്നത്
MLA അല്ലെങ്കിൽ APA സ്റ്റൈലായിരിക്കും. അപൂർവം ചില റിസർച്ച് സെൻ്ററുകളിൽ ചിക്കാഗോ സ്റ്റൈലും ഉപയോഗിച്ച് കാണുന്നുണ്ട്. നിങ്ങളുടെ ഗവേഷണ കേന്ദ്രം ഏതാണോ ആവശ്യപ്പെടുന്നത് ആ സൈറ്റേഷൻ രീതി പിന്തുടരുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് സ്വറ്റേറോ ഇതെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം രേഖപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതല്ലെങ്കിൽ നിങ്ങളുടെ ഫോൾഡർ ഉണ്ടല്ലോ, ആ ഫോൾഡറിൽ തന്നെ ഒരു ഫയൽ എടുത്തിട്ട് ഇതിനു വേണ്ടി തയ്യാറാക്കി വെച്ചേക്കണം. ആ ഫയലിനകത്ത് ഓരോന്ന് ചെയ്ത് പോകണം. ഞാൻ PhD ചെയ്യുമ്പോൾ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല കേട്ടോ. ഇതൊരു വിലപ്പെട്ട ടിപ്പാണെന്നാണ് എൻ്റെ വിചാരം. ചിലപ്പോൾ നിങ്ങൾ ഇതാണോ ടിപ്പ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ്. ഞാനൊരു 4 ഫോൾഡറാണ് എൻ്റെ ഒരു PhD എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് 4 ഫോൾഡർ ഉണ്ടായിരിക്കും. ആ 4 ഫോൾഡറിനകത്ത് ഒന്നാമത്തെ ഫോൾഡർ വർക്കിംഗ് ഫയൽ എന്നും പറയുന്നൊരു ഫോൾഡർ. വർക്കിംഗ് ഫയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാതൃകയാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ സിസ്റ്റത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, ബുക്കിലാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേണ്ടി വേറൊരു സാധനം ഇത് കഴിഞ്ഞിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. 4 ഫോൾഡർ എൻ്റെ PhD എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് 4 ഫോൾഡർ. അതിനകത്ത് ഒരു ഫോൾഡർ വർക്കിംഗ് ഫയൽ. വർക്കിംഗ് ഫയലിനകത്ത് എനിക്ക് ഈ PhD-യുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാ ഫയലുകളും അതിനകത്തിടും, എല്ലാ ഡേറ്റയും അതിനകത്തിടും. ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. രണ്ടാമത്തെ ഫോൾഡർ ഡ്രാഫ്റ്റ്. ഞാനത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓരോ ചാപ്റ്ററിനും ഓരോ ഫയലുകൾ. നിങ്ങൾ വേഡിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഡിൽ. പേജ് മേക്കറൊക്കെ മരിച്ചുപോയി കേട്ടോ, നിങ്ങൾ അറിഞ്ഞോന്ന് അറിയത്തില്ല. ചിലരൊക്കെ ഇപ്പോഴും ആർട്ടിക്കിളൊക്കെ എഴുതുന്ന പേജ് മേക്കറിൽ ISM ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അതൊക്കെ മരിച്ചിട്ട് 10-20 വർഷമായി. ഇപ്പോഴും അതിനകത്തൊക്കെ എഴുതി പേജ് മേക്കർ തന്നെ തരണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ചില ജേണലുകളൊക്കെ ഉണ്ട്. കഷ്ടം തോന്നും ചിലപ്പോൾ അത് വായിക്കുമ്പോഴത്തേക്ക്. പോട്ടെ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലെല്ലാം യൂണിക്കോഡല്ലേ? യൂണിക്കോഡിലെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ISM ചെയ്യാൻ പറഞ്ഞ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും റിസർച്ച് സെൻ്റർ ഉണ്ടോ? ഇല്ലല്ലോ. രക്ഷപ്പെട്ടു, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇത് ഡ്രാഫ്റ്റിൻ്റെ ഒരു ഫോൾഡർ. മൂന്നാമത്തെ ഫോൾഡർ ഫൈനൽ ഫോൾഡർ എന്ന് പറയും. ആ ഫൈനൽ ഫോൾഡർ എന്ന് പറയുന്നത് വളരെ കരുതലോടുകൂടിയാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ഓരോ ഫയലിനും ഡേറ്റാണ് ഇടുന്നത്. ഇപ്പോൾ ചാപ്റ്റർ 1 ആണെങ്കിൽ 1 എന്ന് എഴുതിയിട്ട് 12/6/2025 എന്നാണ് അതിന് പേര് കൊടുക്കുക. എന്നിട്ട് തത്സമയം ഞാനത് എൻ്റെ മെയിലിലേക്ക് വായിച്ചേക്കും. കാര്യം എന്താ അറിയോ? ചിലപ്പോൾ ഈ സിസ്റ്റം അടിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ PhD ചെയ്തുകൊണ്ട് തീർന്നച്ചായ എൻ്റെ PhD തീർന്നു എന്ന് ഞാൻ തന്നെ എന്നെ നോക്കി കരയേണ്ടി വരും. അതുകൊണ്ട് ഇത് തത്സമയം ഡേറ്റ് വെച്ചിട്ട് എൻ്റെ മെയിലിലേക്ക് ഇട്ടേക്കും. ഇനി ഈ ഫൈനൽ കഴിഞ്ഞിട്ട് ഒരു ഫോൾഡറും കൂടി ഉണ്ട്, 4ാമത്തെ ഫോൾഡർ. അതെന്താ അറിയാമോ? പ്രിൻ്റ് ഫോൾഡർ. വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മലയാളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കണം. അതായത് ഈ പ്രിൻ്റ് ഫോൾഡറിനകത്ത് ഈ ഫൈനൽ തീർന്നതിൻ്റെ PDF ആക്കി ഇടണം. PDF ആക്കി ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ പ്രിൻ്റ് എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് വീട്ടിലൊരു പ്രിൻ്റർ വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങളുടെ ഫെലോഷിപ്പിൻ്റെ 1 മാസത്തെ ഫെലോഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ 10-13,000 രൂപ കിട്ടത്തില്ലേ ഒരു മാസം? 13-14 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-in-1 ഒരു കാനൺ പ്രിൻ്റർ മേടിച്ച് വയ്ക്കാം കേട്ടോ. HP-യുടെ 3-in-1 പ്രിൻ്റർ കിട്ടും. അപ്പോൾ എല്ലാ ഗവേഷകരുടെയും വീട്ടിലൊരു 3-in-1 പ്രിൻ്റർ ഉണ്ടായിരിക്കാൻ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ പ്രിൻ്റ് നിങ്ങൾ പുറത്താണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണ്ടും ആ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലെ ഫോണ്ടും തമ്മിൽ ആ സിസ്റ്റം ഈ ഫോണ്ട് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്ഷരങ്ങൾ ചിലപ്പോൾ മിസ്സിങ് ആയിരിക്കും. PDF ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ PDF-ൽ എന്താണോ കാണുന്നത് അത് തന്നെ പ്രിൻ്റ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രിൻറ്റിന് വേണ്ടി ഒരു ഫോൾഡർ. അപ്പം 4 ഫോൾഡർ കേട്ടോ. ഒന്ന് വർക്കിംഗ് ഫയൽ ഇടാൻ വേണ്ടി, രണ്ടാമത്തത് ഡ്രാഫ്റ്റ്, മൂന്നാമത്തത് ഫൈനൽ, നാലാമത്തത് പ്രിൻ്റ്. ഈ 4 ഫോൾഡറും കൂടെ ഒരുമിച്ച് PhD എന്നും പറഞ്ഞ് ഒറ്റ ഫോൾഡർ. ഇതാണ് സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സൂത്രപ്പണി. ബുക്കിലാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് A4 സൈസിലെ ബുക്കാണ്. A4 സൈസിലെ ബുക്കിൽ വരയിട്ട ബുക്കല്ല, വെള്ള ബുക്ക്. അതിനകത്ത് വലതുവശത്ത് മാത്രമേ എഴുതൂ. ഈ വലതുവശത്ത് മാത്രമേ ഞാൻ എഴുതൂ. എൻ്റെ ആദ്യത്തെ PhD-യുടെ കാര്യം പറഞ്ഞ കേട്ടോ. രണ്ടാമത്തെ PhD ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഫോണിലേക്ക് മാറിയായിരുന്നു. വലതുവശത്ത് എഴുതൂ, ഇടതുവശം ബ്ലാങ്ക് ഇട്ടേക്കും. എന്താണെന്നറിയാമോ? ഇത് മിക്കവാറും തിരുത്തേണ്ടി വരുമല്ലോ. ആ തിരുത്തേണ്ടി വരുന്നത് ഇടതുവശത്ത് എഴുതാൻ വേണ്ടിയാണ്. ഒരു ചാപ്റ്ററിന് ഒരു ബുക്ക്. കുറച്ച് പൈസ ചിലവാകുമെന്നേ, കുഴപ്പമില്ല.
അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാമല്ലോ. അപ്പം ഇത് മറ്റൊരു സൂത്രമാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ചെയ്യുക.